സിനിമാ ലോകം സ്വപ്നം പോലും കാണാമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന ആലുവാക്കാരൻ ഗോപാലകൃഷ്ണൻ ഇന്നത്തെ ജനപ്രിയ നായകൻ ദിലീപായ കഥ എല്ലാവർക്കും ഒരു പാഠമാണ്. ജീവിതത്തിൽ താൻ ഒന്നുമല്ല എന്ന് വിലപിക്കുന്നവർക്ക് വായിച്ചു മനസ്സിലാക്കാവുന്ന പാഠപുസ്തകം. പല നടന്മാരും ഇന്റർവ്യൂവിലൊക്കെ വന്ന് സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നൊക്കെ തട്ടിവിടുന്നത് കേൾക്കുമ്പോഴാണ് ഈ മനുഷ്യനെ കുറിച്ച് ഓർമ്മ വരുന്നത്. വലിയ ഉയരമോ സൗന്ദര്യമോ ഒന്നും ഇല്ലാതെയാണ് ദിലീപ് തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അക്കാലത്തെ നായകന്മാർക്ക് ഇതൊക്കെ ഒരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു. ചിലപ്പോൾ നായകന്റെ സൈഡായി നിന്ന് ഒരു സഹനടനായി ഒതുങ്ങേണ്ടിയിരുന്ന ഒരു കരിയർ എങ്ങനെയാണ് അദ്ദേഹം വളർത്തിയെടുത്തതെന്ന് സിനിമാ സ്വപ്നവുമായി നടക്കുന്നവർക്ക് ഒരു മാതൃകയാക്കാവുന്നതാണ്. ഒരു സാധാരണ ടെക്നീഷ്യനായി ജോലി ആരംഭിച്ച ദിലീപ് എല്ലാവരോടും മികച്ച ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്റ്റേജ് ഷോ, മിമിക്രി, ഏഷ്യാനെറ്റ് പരിപാടികൾ ഒക്കെ ചെയ്ത് സിനിമാ സാമ്രാജ്യത്തിൽ തന്റെ ഇടം കണ്ടെത്തി. പടം സംവിധാനം ചെയ്യാൻ മമ്മൂക്ക ഡേറ്റ് കൊടുക്കുക വരെ ചെയ്തിട്ടും പുള്ളി തന്റെ ഡ്രീമായ അഭിനയത്തിൽ തന്നെ ഉറച്ചു നിന്നു. ലോ ബഡ്ജറ്റ് പടങ്ങളിൽ പ്രധാന വേഷങ്ങളും ബിഗ് ബഡ്ജറ്റ് പടങ്ങളിൽ സഹനടന്മാരുടെ റോളുകളും ഒക്കെ അഭിനയിച്ച് നടക്കുമ്പോൾ ദിലീപിന്റെ കഴിവ് മനസ്സിലാക്കിയ ലോഹിതദാസ് തന്റെ ഹിറ്റ് പടമായ സല്ലാപത്തിൽ നായക വേഷം ചെയ്യുന്നതിന് അവസരം നൽകി. പിന്നീട് കണ്ടത് ദിലീപ് എന്ന വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാനടന്റെ മിന്നുന്ന പ്രകടനങ്ങളായിരുന്നു. ദിലീപ് സിനിമകൾ എന്ന ലേബൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. മാസും ക്ലാസും എല്ലാം ചെയ്ത് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, കോമഡി ചെയ്യാൻ ജയറാം, യൂത്തിനെ കയ്യിലെടുത്ത കുഞ്ചാക്കോ ബോബൻ, ഇങ്ങനെ വിവിധ ഗ്രേഡിലുള്ള താരങ്ങളുടെ കൂടെ മത്സരിച്ച് പലരെയും മറികടന്ന് 1, 2, 3 സ്ഥാനങ്ങളിലെത്തി ഫിലിം ഇൻഡസ്ട്രി തന്റെ കൈക്കുള്ളിലാക്കിയെന്നത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. വ്യത്യസ്ത വേഷപ്പകർച്ചയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ദിലീപിനുണ്ടായിരുന്നത് അപാരമായ കഴിവ് തന്നെയായിരുന്നു. കുഞ്ഞിക്കൂനൻ, സൗണ്ട് തോമ, ചാന്തുപൊട്ട്, മായാമോഹിനി തുടങ്ങിയ വേഷങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ മായാതെ നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2017 കേസല്ലാതെ ദിലീപിന്റെ കരിയറിൽ ഒരു മോശം സമയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, തിയേറ്റർ ഓണർ എന്നുവേണ്ട സിനിമാ സംഘടനകളുടെ ഭരണസാരഥ്യം വഹിക്കുക വരെ ചെയ്ത വേറെ ഒരു നടൻ മലയാള സിനിമയിൽ തന്നെ അധികമാരും ഇല്ല എന്ന് തന്നെ പറയാം. എന്തിനേറെ ഇന്ന് കാണുന്ന സിനിമയിലെ പല പ്രമുഖ സംഘടനകളുടെയും ഉത്ഭവം തന്നെ ഈ ചെറിയ മനുഷ്യനിൽ നിന്നായിരുന്നു. ഇദ്ദേഹത്തെ വിമർശിക്കാം, പരിഹസിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ താരരാജാക്കന്മാർക്കിടയിൽ മോശമല്ലാത്ത മത്സരം കാഴ്ചവെച്ച് തന്റെ സ്ഥാനമുറപ്പിക്കാൻ ദിലീപിന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാനാകില്ല.